ഷോൺ ജോർജ് BJP നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഷോൺ, ഇപ്പോൾ വെള്ളിയാഴ്ച EDക്ക് മുമ്പാകെ ഹാജരാകാനായിട്ട് സമൻസ് അയച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ തൈക്കണ്ടയിലിന്. വെള്ളിയാഴ്ച ഹാജരാകേണ്ടി വരും. അപ്പോൾ ഇനി ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് ഏത് നിലക്കായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ഇപ്പൊ അവര് നിലവിൽ ശേഖരിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കേസിന് പോകാൻ കഴിയൂ. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൊസീജിയറാണ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യൽ അടുത്ത പടി എന്ന നിലയിൽ ചോദ്യം ചെയ്യലിലേക്കാണ് കിടക്കേണ്ടത്. തീർച്ചയായിട്ടും അതിന്റെ ആ പ്രൊസീജിയറിൽ തന്നെ മുമ്പോട്ട് പോകുന്നു എന്ന് അറിയാൻ സന്തോഷം. ഇതിനകത്ത് ഇപ്പോൾ SFIOയുടെ രേഖകളും അവർ ശേഖരിച്ച തെളിവുകളും ഒക്കെ ഉപയോഗിക്കാം എന്നൊരു നില കൂടി ഉണ്ടല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. അപ്പോൾ അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്കിന് ഈ രേഖകളിലെല്ലാം നല്ല ശതമാനം ഡിജിറ്റൽ രേഖകളാണ്. അതിനകത്ത് SFIയുടെ എൻക്വയറിയിൽ അവർ അഡീഷണൽ ആയിട്ട് അവരുടെ അന്വേഷണത്തിൽ അവർ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും എന്റെ പെറ്റീഷനിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ രേഖകളുടെ കളക്ഷൻ അല്ല, ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമാണ് ഇനിയുള്ളൂ. കാരണം രേഖകളുടെ കാര്യമോ തെളിവിന്റെ കാര്യത്തിൽ ഇതിനകത്ത് വലിയ സംശയങ്ങളൊന്നും ഇല്ല. കാരണം അതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കാരണം ഇതിനകത്ത് ഒരു 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 വിസ്താരത്തിന് പോലും ആവശ്യമില്ലാത്ത ഡീറ്റെയിൽ രേഖകളാണ് കൂടുതലുള്ളത്. അപ്പോൾ കോടതിയിൽ പോലും ഇതിന് കൂടുതൽ തെളിയിക്കേണ്ടതായിട്ടൊന്നുമില്ലാത്ത ഒരു കേസാണിത്. ഞാൻ 2023 ഞാൻ ഫയൽ ചെയ്ത പെറ്റീഷനിൽ തന്നെ വീണ വിജയൻ കുറ്റക്കാരിയാണെന്നും അവർക്ക് ജയിൽ ശിക്ഷയുള്ള വരെയുള്ള കാര്യങ്ങൾ ആ പെറ്റീഷനിൽ തന്നെ എല്ലാ തെളിവുകളും ഉണ്ട്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചൊരു വലിയ അന്വേഷണത്തിന്റെ ആവശ്യം ഇല്ല. ഇനി ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അവരുടെ മൊഴികളാണ് ആവശ്യം. ഇപ്പോൾ ഈ ശശിധരൻ കർത്ത അടക്കം മറ്റ് 8 പേർ കൂടെ സമൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം പരസ്പരം കൊറോബറേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ പോവുക. അപ്പോൾ ആ നിലക്ക് എനിക്ക് അതിനകത്ത് ഒന്നാം പ്രതിയായ ശശിധരൻ കർത്ത അദ്ദേഹം ആരോഗ്യപരമായി തീരെ അവശ്യ നിലയിലാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം എനിക്കറിയില്ല. ബാക്കി പ്രതികളെല്ലാം ഹാജരാകേണ്ട വരും. കാരണം ഞാൻ അറിഞ്ഞത് വെച്ച് ഇതിനകത്ത് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി. വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് ഞങ്ങളോട് സംസാരിച്ചതിന്.